ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ഡേ അല്ല. ഈ ഒരു ഡേയിൽ നമ്മൾ കഴിച്ച ഫുഡ് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ വീഡിയോ കണ്ടുപോകുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കി ഇടുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ആൻഡ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. എഴുന്നേറ്റു ഒരു ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചായ എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആണ്. എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ചായ കിട്ടിയാലേ അന്നത്തെ ഡേ ഒരു എനർജറ്റിക് ആവുള്ളൂ. സോ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, ചായ കുടിച്ചു. ദെൻ അപ്പം ഒന്ന് പുറത്തുനിന്ന് മേടിക്കുകയാണ് ചെയ്തത്. അപ്പവും ചമ്മന്തി ആയിരുന്നു. അങ്ങനെ അപ്പവും ചമ്മന്തിയും കൂട്ടിയിട്ട് രാവിലെ കഴിക്കുകയാണ്. അപ്പത്തിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടം ചമ്മന്തി തന്നെയാണ് കേട്ടോ. കൊള്ളാം, നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പവും ചമ്മന്തിയും കഴിച്ചു. കൊച്ചു ചമ്മന്തിയോ കറിയൊന്നും കഴിക്കില്ല. സോ അപ്പത്തിൻ്റെ കൂടെ പഞ്ചസാര കൂട്ടിയിട്ടാണ് കുഞ്ഞിന് കൊടുത്തു. നമ്മൾ കപ്ലങ്ങ പറിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് ദിവസം മുമ്പ് പറിച്ചതാണ്. നമ്മൾ കപ്ലങ്ങ ഒരു കോലിൽ ഒരു ചാക്ക് തൂക്കിയിട്ടിട്ട് അതിനകത്തേക്ക് പറിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വാപ്പിച്ചിയാണ് പറിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് വെയിറ്റ് ഉണ്ടാവും, ശ്രദ്ധിച്ച് പറിക്കണം എന്നൊക്കെ പറഞ്ഞു. അതിപ്പോൾ നമ്മൾ ആ കോലിലൊന്ന് ചാക്ക് കോർത്തിട്ടിട്ടാണ് പറിച്ച് കറക്റ്റായിട്ട് കിട്ടി കേട്ടോ. അങ്ങനെ കപ്ലങ്ങ കിട്ടിയിട്ടുണ്ട്. വലിയൊരു കപ്ലങ്ങയായിരുന്നു. പിന്നെ അത് നമ്മൾ എടുത്ത് വെച്ചു. ഞാൻ കുറച്ച് പാലും വെള്ളം കൊച്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ അതവൻ കൊടുത്ത് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ എൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ മാങ്ങ നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കുകയാണ്. എനിക്കിങ്ങനെ നാടൻ ഫുഡ് ഐറ്റംസിനോടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഫുഡ് ഐറ്റംസ്, ചക്കക്കുരു, ചക്ക, അല്ലെങ്കിൽ മാങ്ങ, കപ്ലങ്ങ, അങ്ങനെയുള്ള ഐറ്റംസിനോടൊക്കെയാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ മാങ്ങ അമ്മച്ചി ചെത്തുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ കുറച്ച് ഞാൻ അതിൻ്റെ ഇടയ്ക്കോടെ ഇരുന്ന് തിന്നുന്നുണ്ട്. പിന്നെ കുറച്ച് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതെടുത്ത് കുറച്ച് ജ്യൂസും അടിച്ചിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് അത് ഈ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഞാൻ കുറച്ച് വെള്ളം കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്തിട്ടാണ് ജ്യൂസ് ആക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. കൊച്ചിന് ചുമയായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാനും കൂടി ഉണ്ട്. അപ്പോഴത്തേക്കും ഈ ജ്യൂസ് ഒന്ന് അടിച്ചിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അടിക്കുന്നതാണ്. അപ്പോൾ ചുമയായ കാരണം അംഗൻവാടിയിൽ വിടണ്ട. അപ്പോൾ ആൾ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോഴേക്കും ഞാൻ ജ്യൂസ് അടിച്ചിട്ട് ഒന്ന് എടുത്ത് വെക്കാൻ വിചാരിച്ചപ്പോൾ ഭയങ്കര കൊഴുപ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നീട് പഞ്ചസാരയൊന്നും ആഡ് ചെയ്യേണ്ടി വന്നില്ല. എന്നിട്ടതെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ പോയിട്ട് വരാൻ ലേറ്റ് ആയാലോ എന്ന് ഓർത്തിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചക്കക്കുരും മാങ്ങയും കറി വെച്ചതുണ്ടായിരുന്നു. പിന്നെ സ്രാവ് മീൻ പൊരിച്ചതും ഉണക്കമുളക് പൊരിച്ചതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എരിവ് ഫുഡ് ഐറ്റംസ്. ഞാൻ പപ്പടവും കൂട്ടിയിട്ട് ചോറ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒത്തിരി താമസം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് പോയിട്ട് പെട്ടെന്ന് വന്നു. അത് കഴിഞ്ഞ് വന്നു ചായ തിളപ്പിച്ച് തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. ഇത് ഇന്നത്തെ വീഡിയോ അല്ല, കുറച്ച് ദിവസം മുമ്പുള്ള വീഡിയോ ആണ്. ഇന്നും ആക്ച്വലി ആശുപത്രിയിൽ പോയിക്കായിരുന്നു. ഇന്നിപ്പോൾ എനിക്കും പനി ഉണ്ടായിരുന്നു. കൊച്ചിൻ്റെ ചുമ മാറിയിട്ടുണ്ടായില്ല. അപ്പോൾ വീണ്ടും പോയിക്കുമായിരുന്നു കൊച്ചിനെയും കൊണ്ടും. അപ്പോൾ ഇത് നമുക്ക് ചായ കുടിക്കാം. കുറച്ച് കടി കൊടുത്തിട്ടുണ്ട്. കൊച്ചിന് ചുമയാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിക്കായിരുന്നു. പോന്നപ്പോൾ കുറച്ച് സ്നാക്സ് കൊടുന്നതാ. സമൂസയ്ക്ക് നമുക്ക് കപ്ലങ്ങ എത്തിയെടുക്കാം അല്ലേ. ഇവിടെ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കുറച്ച് ദിവസമായി നമ്മളിത് പറിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യാം. വലിയ കപ്ലങ്ങ ആയതുകൊണ്ട് ചെത്തിയെടുക്കാനൊക്കെ കുറച്ച് പാടുണ്ടായിരുന്നു.
സൂക്ഷിച്ച് പിടിച്ചിട്ടാണ് കേട്ടോ ചെത്തിയിരിക്കുന്നത്. കാരണം കുറച്ച് പഴുത്ത് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസം മുമ്പ് പറിച്ച് വെച്ച കപ്ലങ്ങയായിരുന്നു കേട്ടോ. അപ്പം അത് കാരണം അന്ന് പഴുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വെച്ചിട്ട് നന്നായിട്ട് പഴുത്ത് പോയി. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പഴുത്തു പോയി. ഇന്നും കൂടി കട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് കൊള്ളൂല എന്നായി. ഇന്നും ഹോസ്പിറ്റലിൽ പോയിരിക്കുമായിരുന്നു കേട്ടോ. കൊച്ചിന് ചുമ കുറഞ്ഞിട്ടുണ്ടായിട്ടില്ലാത്ത കാരണം ഹോസ്പിറ്റലിൽ പോയിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് പോയിട്ട് ഒത്തിരി ലേറ്റ് ആയിട്ടോ. ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്ന ദിവസം പെട്ടെന്ന് എത്താൻ പറ്റി. പക്ഷെ ഞാനിപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ട് വരാൻ ഒത്തിരി ലേറ്റായി. കാരണം അവിടെ വെച്ച് ഡോക്ടറിനൊരു കുട്ടിക്കൊരു എമർജൻസി കേസ് വന്നിട്ട് NICUവിൽ പോകേണ്ടി വന്നു. അത് കാരണം ഡോക്ടറിനെ കാണാൻ ഭയങ്കര താമസമായി. കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും വീണ്ടും ഡോക്ടർ NICU പോകേണ്ടി വന്നു. എന്തോ കുഞ്ഞിന് ഭയങ്കര എമർജൻസി ആയിരുന്നു എന്ന് പറഞ്ഞു. എന്നാലും വെയിറ്റ് ചെയ്ത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല. കാര്യം നമ്മൾ രാവിലെ പോയി വൈകിട്ട് പോലെയാണ് വരേണ്ടി വന്നത്. പക്ഷെ ആ കുഞ്ഞിന് എന്തായിരിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ മൊത്തം. വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല, ആ കുഞ്ഞൊന്ന് റിക്കവറായി വന്നാൽ മതി, നമ്മളിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കപ്ലങ്ങ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മധുരം തീരെ കുറവായിരുന്നു. പിന്നെ രാത്രി ഒത്തിരി കറിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചക്കക്കുരു ഉച്ചയ്ക്കത്തെ ഉണ്ടായിരുന്നു. പിന്നെ ബീൻസ് ഒലത്തിയതുമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ മാങ്ങ ജ്യൂസ് നമ്മൾ അടിച്ചു വെച്ചിരുന്നത് എടുത്ത് കുടിച്ചിട്ട് കിടന്നുറങ്ങാൻ വിചാരിച്ചു. സോ അതെടുത്ത് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അടുത്തൊരു video ആയിട്ട് കാണാം. ബൈ.